വരെ, അല്ലെങ്കിൽ മുസാഫഹത്ത് നടത്തിയത്, താടി പിടിച്ചുകൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, അസ്വദൈന് റിയാഫത്ത് ചെയ്ത് 30ഓളം സനദ് മുസൽസലുകൾ വ്യക്തമായ സനദുകളിലൂടെ എഴുതപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇജാസത്ത് കൊടുക്കാനുള്ള അധികാരമുള്ള ഏക പണ്ഡിതൻ ഉസ്താദ് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കി ഉസ്താദ് ഒരു വലിയ പണ്ഡിതനാണ്, നല്ലൊരു പ്രവർത്തകനാണ്, ആത്മാർത്ഥതയുള്ള ഒരു മഹാനാണ്. അത് മാത്രമല്ല സഹോദരന്മാരെ, അത് വലിയാണ് നമ്മൾ മനസ്സിലാക്കണം. അതല്ലേ കുറെ ആളുകൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിന്റെ അരികിൽ ചെന്നു, ഇവിടെ ആകെ ഛിദ്രത വന്നിരിക്കുന്നു, നാടിലൊക്കെ കുഴപ്പം വന്നിരിക്കുന്നു, ജംഇയ്യത്തുൽ ഉലമ രണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ CM വലിയുള്ള പറഞ്ഞതെന്താണ്? ജംഇയ്യത്തുൽ ഉലമ ഒന്ന് മാത്രമാണ്, അത് രണ്ടെണ്ണമില്ല. കാന്തപുരത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, ഉള്ളാൾ അബ്ദുറഹ്മാൻ ബുഖാരിയിലേക്കും ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് CM വലിയുള്ള പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത സ്ഥാനമാണ്. വെറുതെയല്ല ഈ രംഗങ്ങളിലൊക്കെ വിജയിച്ച് ഉസ്താദ് നടക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. ഉസ്താദിന്റെ കറാമത്തുകൾ കുറെ വിഷയങ്ങൾ പറഞ്ഞാൽ ഇപ്പം ക്ലിപ്പാകുന്ന കാലമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വല്ലാത്ത മുസീബത്ത് പിടിച്ചൊരു കാലം. സുബ്ഹാനല്ലാഹ്. ചില യാഥാർത്ഥ്യങ്ങൾ പറയാൻ സമൂഹം സമ്മതിക്കുന്നില്ല. കിതാബുകളിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു വെക്കുന്നുണ്ട്. അയാളെ പറ്റി പറയാം, ഇയാളെ പറ്റി പറയാം, ശംസുൽ ഉലമയെ പറ്റി പറയാം, പരമസ്ഥാനെ പറ്റി പറയാം, മറ്റാളെ പറ്റി പറയാം, ഇയാളെ പറ്റി ഒക്കെ പറയാം. AP ഉസ്താദിനെ പറയാൻ പാടില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ. അങ്ങനെ ആരെ പറ്റിയും പറയാം. പക്ഷെ നന്ദി ദാറുസലാമിന്റെ ഇറങ്ങുന്ന ആ പുസ്തകത്തിൽ ശംസുൽ ഉലമയുടെ 10ലേറെ കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ അവതരിപ്പിച്ചത് കാണാം. ഉസ്താദിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇത് ഈ നേരെ ദൃക്സാക്ഷി റിപ്പോർട്ടുകളല്ലേ നമ്മൾ ഈ പറഞ്ഞു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിലായത്ത് ലഭിച്ചൊരു മഹാനാണ്. ആ കൈ പിടിച്ചാൽ വിജയിച്ചു പോയി. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എത്രയോ ആന്തരികമായ അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അവിടുത്തെ ശിഷ്യന്മാർക്ക് അതിലേറെയുണ്ട്. എല്ലാം കൂടി ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉള്ള ആൾ സുബ്ഹാനല്ലാഹ് 94